ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ സാരിയിലൊക്കെ നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇന്നെൻ്റെ തട്ടകത്തിലത്തെ പൂരാണ്. അമ്മയൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കാരണം പൂരമല്ലേ. 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ അമ്പലത്തിലെത്തിയത്. മച്ചാട് മാമങ്ങ എന്നാണ് കേട്ടോ പൂരത്തിന് അറിയപ്പെടുന്നത്. ഞാൻ എത്തിയപ്പം കുമ്പോളങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വാദ്യമേളം കേൾക്കാം. ഉഷാർ പരിപാടിയും കഴിഞ്ഞ് 2 ഐസ്ക്രീം മേടിച്ച് ഞാനും ചേച്ചിയും കുതിരകൾ വെക്കുന്ന പറമ്പിൽ പോയി. ഇവിടെ കുറേ നേരം നിൽക്കാൻ പറ്റില്ല, കാരണം നല്ല പൊടിയും നല്ല തിരക്കുമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ബാക്കിലേക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു 5:30 ആകുമ്പോഴത്തേക്കും കുതിരകളൊക്കെ ഇറങ്ങി തുടങ്ങും. ഇതിങ്ങനെ വരുമ്പോൾ ഓരോ കുതിരകളെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ്. കാരണം ഇത് പ്രത്യേകിച്ച് എൻ്റെ പൂരം കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കണ്ട് ഇവിടെ പിന്നെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. നമ്മുടെ ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടൊരു പന്തലുണ്ട്. അപ്പം ഏത് കുതിരയാണോ തലമുട്ടിക്കുന്നത് അവർക്ക് സമ്മാനമുണ്ട്. അപ്പം നമുക്ക് കണ്ടു നോക്കിയാലോ. തിരക്കിൻ്റെ ഇടയിൽപ്പെട്ട വിമ്മിഷ്ടവും പിന്നെ സാരിയും പോരത്തിന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാരണമാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയപ്പോൾ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എക്സ്പ്രഷൻ ചാലഞ്ചാണ് കേട്ടോ. പിന്നെ നല്ല സൂപ്പർ ഒരു ബിരിയാണിയും കഴിച്ചു. എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 8 മണിയായപ്പോഴത്തേക്കും വീണ്ടും അമ്പലത്തിലേക്ക് പോയി. കാരണം ഇനിയും ഉണ്ട് പരിപാടി. നൈറ്റ് ഗാനമേള ഉണ്ടായിരുന്നു, പക്ഷെ ഒരു കോൺസെർട്ട് ഫീൽ തന്നെ എനിക്ക് കിട്ടി. ഇവിടെ പെർഫോം ചെയ്തത് സിത്താര മാം ആളുടെ പ്രൊജക്ട് മലബാറിക്കസ് എന്ന് പറഞ്ഞ ബാൻഡിൻ്റെ ഒപ്പമാണ് കേട്ടോ. അപ്പം കേട്ടോ. കുറേ നല്ല പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നെങ്കിലും ഈ ഹൈ സൗണ്ട് എനിക്ക് കുറേ നേരം കേൾക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. അതുകൊണ്ട് നമ്മൾ വീണ്ടും പൂരപ്പറമ്പിലേക്ക് തന്നെ വന്നു. അവിടെ കുതിരകളൊക്കെ ലൈറ്റിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നല്ല പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് കുറച്ച് നീങ്ങി നിന്നിട്ട് കണ്ടു.